പുതുമകളോടെയും സാങ്കേതിക സൗകര്യങ്ങളോടെയും ഇന്ത്യൻ പാസ്പോർട്ട് ഇനി ബഹ്റൈനിലും ലഭ്യമാകും. നിലവിലുള്ള പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞവർക്കും പുതിയ പാസ്പോർട്ട് എടുക്കുന്നവർക്കും ഇനി മുതൽ ഈ പാസ്പോർട്ടാണ് ലഭിക്കുക. പാസ്പോർട്ടിന്റെ മുൻ പേജിൽ ഘടിപ്പിച്ചിട്ടുള്ള ചിപ്പ് അടക്കം സവിശേഷതകൾ ഏറെയാണ്. ഡിജിറ്റൽ പാസ്പോർട്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയാം. വർഷ വിജയൻ ചേരുന്നുണ്ട്. വർഷ, എന്തൊക്കെയാണ് ഈ പാസ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണുള്ളത്? തീർച്ചയായും അമൃത, നേരത്തെയൊക്കെ ഈ ഇന്ത്യയിലും ചില സ്ഥലങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ഈ പാസ്പോർട്ട് സംവിധാനം അത് ഇപ്പോൾ ബഹ്റൈനിലും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പാസ്പോർട്ട് സംവിധാനം നമ്മൾ അതിനായി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മാത്രമല്ല നമ്മൾ ഈ ഡാറ്റകൾ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഈ പാസ്പോർട്ട് സംവിധാനത്തിന് അപേക്ഷിക്കുന്നവരും മാത്രമല്ല പാസ്പോർട്ട് സംവിധാനം പുതുക്കാൻ തയ്യാറാകുന്നവരുമൊക്കെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബഹ്റൈനിലെ ഇന്ത്യൻ ഈ പാസ്പോർട്ട്, അതായത് ഈ പാസ്പോർട്ട് അഥവാ ഡിജിറ്റൽ പാസ്പോർട്ടാണ്. ഇതൊരു ഡിജിറ്റൽ പാസ്പോർട്ടാണ്. അപ്പോൾ ഈ പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിന്റെ രണ്ടാം ഭാഗമാണിത്. 2.0യുടെ ഭാഗമാണ്. മറ്റൊന്ന്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്നുള്ളതൊക്കെയാണ്. ബഹ്റൈനിലെ ഇന്ത്യൻ ഈ പാസ്പോർട്ട് മെച്ചപ്പെട്ട സുരക്ഷ ഒരുക്കുന്നുണ്ട്. കാരണം പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നവർക്ക് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏറ്റവും മെച്ചപ്പെട്ട സുരക്ഷ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല വളരെ വേഗം ഈ ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയുണ്ട്. സാങ്കേതികപരമായി മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. ഇനി ഇന്ത്യൻ എംബസി മുഖേന ഇത് ലഭ്യമാകും. അപ്പോൾ ഇന്ത്യൻ എംബസി മുഖേന എങ്ങനെ ലഭ്യമാകും, നമ്മൾ ഈ പാസ്പോർട്ട് സംവിധാനത്തിന് അപേക്ഷിക്കേണ്ടത് എങ്ങനെ എന്നുള്ള ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട്. അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഈ പാസ്പോർട്ടിൽ എന്തൊക്കെ എന്നുള്ളതാണ്. സ്വാഭാവികമായും ആദ്യമായി അപേക്ഷിക്കുന്നവർക്കൊരു സംശയം ഉണ്ടാകും, എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തുക, എന്തൊക്കെയാണ് ഉൾപ്പെടാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത്, ആദ്യം നമ്മളൊരു ഈ പാസ്പോർട്ട് നമ്മൾ കാണുമ്പോൾ മുൻ കവറിൽ ഒരു ഇലക്ട്രോണിക് ചിപ്പ് ഉണ്ടാകും. പിന്നീട് ഈ പാസ്പോർട്ട്, ആരാണോ ഈ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കുന്നത് ആ പാസ്പോർട്ട് ഉടമയുടെ വിരലടയാളം അതിലുണ്ടായിരിക്കും. ആ വിരലടയാളത്തിന് പുറമെ നമ്മുടെ ബയോമെട്രിക് ആയിട്ടുള്ള ചില വിവരങ്ങൾ, നമ്മുടെ പേഴ്സണലി ഉള്ള ഡാറ്റസ്, ഇതൊക്കെ ഉൾപ്പെടും. അതിൽ മുഖചിത്രം കാണും, പിന്നെ ബയോമെട്രിക് ആയിട്ടുള്ള വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില ഐഡന്റിഫിക്കേഷൻ, നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, നമ്മുടെ ഏജ്, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമ്മൾ അതിൽ കാണും. ഇനി എന്താണ് ഇതിന്റെ പ്രയോജനം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു സാങ്കേതിക വിദ്യയിലൂടെ ഏറ്റവും വളരെ വേഗം ഈ ഉപഭോക്താവിന്റെ കയ്യിൽ കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മൾ ഈ പാസ്പോർട്ട് സംവിധാനത്തിലൂടെയൊക്കെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇത് ഇമിഗ്രേഷൻ ഗേറ്റ് വഴിയാണ്. അതിൽ മറ്റു തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള ഈ തടസ്സങ്ങളോ മറ്റു നൂലാമാലകളോ ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ സംവിധാനം, അതായത് ഈ പാസ്പോർട്ട് സംവിധാനം അതിവേഗത്തിൽ നമുക്ക് ലഭിക്കും. അതിന് നടപടികൾ വേഗത്തിലാകും. ആ നടപടിക്രമങ്ങളിൽ പോലും വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യമായി അപേക്ഷിക്കുന്നവർ കാണും, മാത്രമല്ല പാസ്പോർട്ട് സംവിധാനം പുതുക്കാൻ തയ്യാറായ ആളുകൾ കാണും. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാവർക്കും ഈ ഒരുപോലെ ഒരു സാങ്കേതിക സംവിധാനം ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അപ്പോൾ മാത്രമല്ല വൃദ്ധരായ ആൾക്കാർക്കൊക്കെ ഇത് ആദ്യമായി അപേക്ഷിക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഓൺലൈൻ അപേക്ഷയും അക്കൗണ്ട് സൃഷ്ടിക്കലുമാണ് ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കുക. സ്വാഭാവികമായും നമ്മൾ എല്ലാ രീതിയിലും ഈ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക വിദ്യകളിലൊക്കെ കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ രജിസ്ട്രേഷനിലൊക്കെ കടക്കുമ്പോൾ അതിൽ ആദ്യ പടിയായിരിക്കും ഈ ഓൺലൈൻ അപേക്ഷയും അതിൽ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കുക എന്നുള്ളത്. ഇനി ആദ്യമേ അങ്ങനെ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കൽ എന്നുള്ള ആദ്യ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ mportal.passportindia.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. ഈ വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ ആദ്യം കാണുക. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറുക. ഇനി ആദ്യമായി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കാൻ കൂടിയാണ്, ഈ ആദ്യമായി ഉപയോഗിക്കുന്നവർ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ പുതിയത് ആദ്യമായി എടുക്കുന്നവർക്കാണ് ഈ പാസ്പോർട്ട് സംവിധാനം പുതുക്കാൻ ഉള്ളവർക്ക് ഈ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത് ആദ്യമായി ഉപയോഗിക്കുന്നവർ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. ഇനി രജിസ്ട്രേഷന് ശേഷം അത് ലോഗിൻ ചെയ്യുന്നതോടെ ഒരു അക്കൗണ്ട് ലഭിക്കുന്നു. ലോഗിൻ ചെയ്ത ശേഷം ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് മൂന്നാമത്തെ ഒരു ഘട്ടമാണ്.
ഇനി ആവശ്യമുള്ള സേവനങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് നമുക്ക് ഈ സേവനം പുതുക്കാനാണോ, ഈ പാസ്പോർട്ട് സംവിധാനം പുതിയ പാസ്പോർട്ടിനാണോ, അല്ലെങ്കിൽ നിലവിലുള്ള ഈ പാസ്പോർട്ട് പുതുക്കാനാണോ എന്നുള്ളതൊക്കെ പല ഓപ്ഷനുകളാണ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സേവനം എന്താണ് എന്നുള്ളത് അതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇനി എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ച് നൽകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത്. ആ നമ്മൾ കൊടുക്കുന്ന വ്യക്തിപരമായ വിവരങ്ങൾ അത് കൃത്യമായിരിക്കണം. യാതൊരു തരത്തിലുള്ള പിഴവുകളോ അല്ലെങ്കിൽ നമ്മൾ ഈ അതിൽ ഏറ്റവും പ്രധാനമായും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ പേഴ്സണലി ഉള്ള നമ്മുടെ ഫോൺ നമ്പറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ആധാർ നമ്പറുകൾ, അങ്ങനെയുള്ള നമ്പറുകളിലോ മറ്റ് ഡാറ്റാസിലോ ഒന്നും യാതൊരു തരത്തിലുള്ള തെറ്റുകളും ഉണ്ടാകാൻ പാടില്ല. അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഫോട്ടോയും രേഖകളും അപ്ലോഡ് ചെയ്യുക. ഇനി നൽകുന്ന വിവരങ്ങളെല്ലാം സത്യസന്ധമായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡാറ്റകൾ വളരെ കൃത്യമായിരിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും പാടില്ല. അതിൽ ഒന്നും കൂടി റീചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇനി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഡാറ്റകൾ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിൽ ആദ്യമായി പറയുന്നത് പോലീസ് അല്ലെങ്കിൽ കോടതി കേസുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. കാരണം ഒരു ഈ പാസ്പോർട്ട് സംവിധാനമാണ്. അപ്പോൾ അതിൽ ഈ സത്യസന്ധമായ വിവരങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് അല്ലെങ്കിൽ കോടതി കേസുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അതിൽ വെളിപ്പെടുത്തണം എന്നുള്ളത് കൂടിയുണ്ട്. ഇനി ഈ പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നവർ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഫോട്ടോ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വേണം എടുക്കാൻ. മറ്റ് കളറുകളൊന്നും പാടില്ല. വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോയായിരിക്കണം ഈ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഫോട്ടോയിൽ മുഖം വ്യക്തമാകണം, കണ്ണട പാടില്ല. അപ്പോൾ ഈ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടിയും നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കണ്ണട പാടില്ല. നമ്മുടെ മുഖം അത് വ്യക്തമായിരിക്കണം. ഇനി കടും നിറമുള്ള വസ്ത്രം ധരിക്കണം. വേണ്ടി വന്നാൽ അതിൽ ഡിജിറ്റൽ ഒപ്പുകൾ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇനി എല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഡാറ്റകളെല്ലാം കൃത്യമാണോ, ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടി പരിശോധിക്കുക. അത് പരിശോധിച്ചതിന് ശേഷം എല്ലാം അപ്ലോഡ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അധികൃതർ ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. അത് പുതുതായി ഈ പാസ്പോർട്ട് സംവിധാനം എടുക്കുന്നവർക്കും നിലവിലുള്ള പാസ്പോർട്ട് സംവിധാനം പുതുക്കുന്നവർക്കും കൂടിയൊക്കെ ഉള്ളതാണ് ആ നിർദ്ദേശങ്ങൾ. അതിൽ ഈ ഫൈനൽ അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല അപ്പോയിന്റ്മെന്റ് സമയത്ത് ഇത് കൊണ്ടുവരണം. ഈ ഫൈനലായി നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ ആ അപേക്ഷയിൽ അതിന്റെ പ്രിന്റ് നമ്മൾ അത് കയ്യിൽ തന്നെ സൂക്ഷിക്കണം. മാത്രമല്ല ഇതിന്റെ അപ്പോയിന്റ്മെന്റ് സമയത്ത് നമ്മൾ ആ പ്രിന്റ് കൊണ്ടുപോവുകയും അത് റീചെക്ക് ചെയ്യാൻ അധികൃതരോട് നിർദ്ദേശം നൽകുകയും വേണം. ഇനി അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് അപേക്ഷയും നമ്മൾ സമർപ്പിക്കണം. രേഖകളെല്ലാം ശരിയാണെങ്കിൽ ചിപ്പുള്ള ഈ പാസ്പോർട്ട് എംബസി അത് നമ്മൾ പ്രോഗ്രസ് ചെയ്യുക. യെസ്, പാസ്പോർട്ട് തയ്യാറായി കഴിഞ്ഞാൽ റെഡി ഫോർ കളക്ഷൻ എന്നൊരു മെസ്സേജ് ലഭിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും ഫൈനൽ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം. നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ അത് കൃത്യമായിരിക്കുക. മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ മുഖം വ്യക്തമായിരിക്കണം, കണ്ണട പാടില്ല എന്നത് കൂടിയുണ്ട്. അപ്പോൾ മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണ്ട വിധത്തിലുള്ള തിരുത്തലുകൾ നടത്തി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ റെഡി ഫോർ കളക്ഷൻ എന്നൊരു മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കും. ശരി.